കഴിഞ്ഞ വർഷം നിങ്ങൾ പെട്രോളിന് എത്ര രൂപ ചിലവാക്കി? ഞാൻ 10,663 രൂപ 45 പൈസയാണ് പെട്രോളിന് വേണ്ടി ചിലവാക്കിയത്. കഴിഞ്ഞ വർഷം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബാങ്ക് നിങ്ങളിൽ നിന്ന് എത്ര രൂപ എടുത്തു? പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബാങ്ക് എന്നിൽ നിന്ന് എടുത്ത തുക 3,199 രൂപ 76 പൈസയാണ്. നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി? എനിക്ക് ചിലവായത് 26,718 രൂപയാണ്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ തുടർന്ന് കാണുക. ഹായ് ഫ്രണ്ട്സ്, ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്ത ഒരു മികച്ച കാര്യമായി എനിക്ക് തോന്നിയത് എങ്ങനെ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് എഴുതാമെന്നുള്ളത് ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തതും ഞാൻ അത്തരത്തിൽ കൃത്യമായി നോട്ട് ചെയ്തു എന്നുള്ളതുമാണ്. 2022 ജാനുവരി 23 വളരെ മികച്ച രീതിയിൽ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ എഴുതാവുന്ന ഒരു എക്സൽ ഷീറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വർഷത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം ബൈക്ക് ഉപയോഗിക്കുന്ന ഞാൻ കഴിഞ്ഞ വർഷം പെട്രോളിന് മാത്രം ചിലവാക്കിയത് 10,663 രൂപ 45 പൈസയാണ്. ലാസ്റ്റ് ചില്ലറ വന്നത് ഫോൺ പേ വഴി പൈസ നൽകുമ്പോൾ ലഭിക്കുന്ന ചെറിയൊരു ഡിസ്കൗണ്ടാണ്. മറ്റൊന്ന്, പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബാങ്ക് എന്നിൽ നിന്ന് ഫൈനായി ഈടാക്കിയ തുക 3,199 രൂപ 76 പൈസയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണം, അതിന് ചിലവായ തുക ഈ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി നോട്ട് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 26,718 രൂപയായിരുന്നു അത്. ഈ കഴിഞ്ഞ വർഷം യൂട്യൂബ് ഓൺലൈൻ കൊളാബറേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ച തുക 1,85,967 രൂപ 65 പൈസയാണ്. സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും പെൻഷൻ ഫണ്ടിലും, അതായത് അടൽ പെൻഷൻ യോജനയിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് 5,34,040 രൂപ 52 പൈസയാണ്. ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ നിന്ന് എനിക്ക് ഡിവിഡൻഡ് ലഭിച്ച തുക 4,696 രൂപ 75 പൈസയാണ്. ഇത് എഴുതുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഏകദേശം 2,300 എൻട്രികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ലൈൻ എഴുതാൻ 10 സെക്കൻഡ് എടുത്താൽ ഏകദേശം 7 മണിക്കൂറിനടുത്ത് കഴിഞ്ഞ വർഷം എനിക്ക് ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഇതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം, അതിനെപ്പറ്റി ഞാൻ പറയാം. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ 80,000 രൂപ ആ ഇനത്തിൽ ഞാൻ മുടക്കേണ്ടതായി വരും. എന്നാൽ ഇപ്പോൾ ഞാൻ മുടക്കുന്ന ഈ 80,000 രൂപ വളരെ മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇവിടെ പെട്രോളിന് ചിലവായ 10,000 രൂപയേക്കാൾ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബൈക്ക് അധികം ഉപയോഗിക്കാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ വാങ്ങിക്കുക എന്നുള്ളത് ഒരു മികച്ച തീരുമാനമായിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്ക് വന്നു. മറ്റൊന്ന്, 2022 ബാങ്ക് എന്നിൽ നിന്ന് ഫൈൻ ഈടാക്കിയത് 3,200 രൂപയാണ്. അതിൽ തന്നെ മന്ത്ലി ആവറേജ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് 708 രൂപയാണ് എനിക്ക് ഫൈൻ വന്നത്. ഞാൻ ഇത് വളരെ സിമ്പിളായി മറികടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10,000 രൂപയാണ് എനിക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് വേണ്ടത്. അതായത് 30 ദിവസത്തെയും ക്ലോസിംഗ് ബാലൻസ് നോക്കി അതെല്ലാം കൂട്ടി 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000-ൽ കൂടുതൽ ലഭിക്കണം. ഒരു ദിവസം 3 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചു എന്ന് കരുതുക. അതിനടുത്ത ദിവസം ആ 3 ലക്ഷം രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യുകയും ആ മാസം മുഴുവൻ സീറോ ബാലൻസായി കിടക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആവറേജ് ബാലൻസ് നോക്കുമ്പോൾ 3 ലക്ഷം ഡിവൈഡഡ് ബൈ 30 = 10,000 എന്ന് ലഭിക്കും. അതായത് 10,000 രൂപ നിങ്ങൾ മിനിമം ബാലൻസ് സൂക്ഷിച്ചു എന്ന് കാണാം. എന്നാൽ 3 ലക്ഷം രൂപ ഒരു ദിവസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 16,000 രൂപയാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും 10ഉം 15ഉം ആയിരുന്നു ഡേറ്റ്. അപ്പോൾ ഈ 10-ാം തീയതിയും 15-ാം തീയതിയും എല്ലാം മ്യൂച്വൽ ഫണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആകുമ്പോൾ മിനിമം ബാലൻസ് കമ്മിയാവുകയും അതുകൊണ്ട് ഫൈൻ വരികയുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ വരുത്തിയൊരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ മ്യൂച്വൽ ഫണ്ടുകളുടെ എല്ലാം ഡേറ്റ് 28-30 ഞാൻ ചേഞ്ച് ചെയ്തു. മറ്റൊന്ന്, മ്യൂച്വൽ ഫണ്ടിലേക്ക് അടയ്ക്കാനുള്ള തുക 10-ാം തീയതി മുതൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ 28-ാം തീയതിയും 30-ാം തീയതിയും വരെ ഈ 16,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ 16,000 രൂപ 20 ദിവസം ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കിടക്കും. മന്ത്ലി ആവറേജ് ബാലൻസ് നോക്കുന്ന സമയത്ത് 16,000 × 20 3,20,000. ഒരു മാസത്തെ ആവറേജ് നോക്കുന്ന സമയത്ത് 3,20,000 ഡിവൈഡ് ബൈ 30 10,666 എന്ന് ലഭിക്കും. 10,000 രൂപയാണ് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത്. സ്വാഭാവികമായും നമുക്ക് ഫൈൻ വരില്ല. അപ്പോൾ ഈ ഒരു ഡേറ്റ് മാറ്റിയതിലൂടെ എനിക്ക് 1 രൂപ പോലും മിനിമം ബാലൻസിൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായി വരുന്നില്ല. അതിനടുത്ത മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആണെങ്കിൽ നോ പ്രോബ്ലം. 20-ാം തീയതി ഞാൻ വീണ്ടും 16,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 30-ാം തീയതി വീണ്ടും അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അപ്പോഴും ബാലൻസ് നോക്കുന്ന സമയത്ത് 3,20,000 ലഭിക്കുന്നു. മന്ത്ലി ആവറേജ് ബാലൻസ് നോക്കുമ്പോൾ 10,666 രൂപ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനെ മറികടന്നത്. മറ്റൊന്ന്, ആവശ്യമില്ലാതിരുന്നിട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഹാബിറ്റ് ഞാൻ തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. എങ്കിലും ഈ ഒരു വലിയ തുക മനസ്സിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പുനർചിന്തനം നടത്താൻ പര്യാപ്തമാണ്. മറ്റൊന്ന്, പല രീതിയിൽ എനിക്ക് ലഭിച്ച വരുമാനം അത് മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും പ്രീ ലിസ്റ്റഡ് കമ്പനീസിലും എല്ലാമായി മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിൽ നിന്ന് തെറ്റില്ലാത്ത ഡിവിഡൻഡ് ലഭിച്ചു എന്നുള്ളതും എന്നെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്,
സന്തോഷിപ്പിക്കുന്നതാണ്. ഇതിനേക്കാൾ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ഇത്ര തന്നെ ട്രാൻസാക്ഷൻ നടത്താത്തവരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഇത്തരത്തിൽ വരവ് ചിലവുകളെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനാവശ്യമായി ചിലവാക്കിയ തുക അത് നിങ്ങൾ മനസ്സുകൊണ്ട് എത്ര തന്നെ എക്സ്പെക്ട് ചെയ്താലും അതിനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൈകളിലേക്ക് എത്ര സമ്പത്ത് വന്നു എന്നുള്ളതും അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ബോധ്യം അത് നിങ്ങളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ്. മാത്രമല്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2023 ടാക്സ് അടയ്ക്കുമ്പോൾ തീർച്ചയായും സിംഗിൾ ക്ലിക്കിലൂടെ ഈ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇതിന് ചിലവാക്കുന്ന ഏതാനും മിനിറ്റുകൾ അത് നിങ്ങൾക്ക് വളരെ വാല്യബിളായി തോന്നും. ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ 2023 നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ഹാബിറ്റ് ഇതുവരെ തുടങ്ങാത്ത ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലൂടെ ഈ വർഷവും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എക്സൽ വർക്ക്ഷീറ്റിൻ്റെ ഒരു കോപ്പി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ leadinthos.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ എക്സൽ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കുന്നവരല്ല, മറിച്ച് കുറച്ചാണ് സമ്പാദ്യമെങ്കിലും അത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ് സാമ്പത്തികമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.